നമസ്കാരം. രേണുവിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ കാണുവാനിടയായി. രേണു ആശുപത്രിയിലാണോ വീട്ടിലാണോ എന്നറിയില്ല. എങ്കിൽ പോലും ഒരു കിടക്കയിൽ ഇരുന്നു കൊണ്ട് രേണു പറയുന്ന കാര്യങ്ങൾ, രേണു പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, രേണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് റിതപ്പനെ, അതായത് രേണുവിൻ്റെ കുഞ്ഞിനെ രേണുവിൻ്റെ വീട്ടുകാർ നോക്കണം എന്നുള്ള രീതിയിൽ, അതായത് മറ്റാർക്കും അതിനകത്ത് അവകാശമോ അല്ലെങ്കിൽ മറ്റാരും നോക്കുന്നതിൽ രേണുവിന് അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് രേണു സംസാരിക്കുന്നത്. അതായത് രേണുവിൻ്റെ ഈ അവസ്ഥയിൽ രേണുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ രേണുവിൻ്റെ ബന്ധുക്കളായിട്ടുള്ള 4 പേർക്ക്, അതായത് രേണു പറയുന്നത് രേണുവിൻ്റെ അമ്മ, രേണുവിൻ്റെ അച്ഛൻ, രേണുവിൻ്റെ ചേച്ചി, ചേച്ചിയുടെ ഭർത്താവായ ചേട്ടൻ, ഈ 4 പേര് ആണ് രേണു. അതായത് അവരെ മാത്രമേ വിശ്വാസമുള്ളൂ, മറ്റുള്ളവരെ ആരെയും എനിക്ക് ഏൽപ്പിക്കാൻ വിശ്വാസമില്ല എന്നുള്ള കാര്യങ്ങളാണ് രേണു ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, രേണു വല്ലാതെ നമുക്ക് രേണുവിനെ ഇപ്പോൾ ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ ഒന്നുമില്ല. അതായത് ഒരു രോഗം എന്ന് പറയുമ്പോൾ അതിന് ചികിത്സയുണ്ട്. അപ്പോൾ ആ ചികിത്സ നല്ല രീതിയിൽ തന്നെ ചികിത്സ മുടങ്ങാതെ ചികിത്സയിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുമ്പോൾ, മറ്റുള്ള കാര്യങ്ങളെക്കാളും ഈ സമയത്ത് പ്രാധാന്യം ചികിത്സിക്കണം. മരുന്ന് സമയാസമയത്ത് തന്നെ മരുന്ന് ലഭിക്കുമ്പോൾ ഈ രോഗം എന്ന് പറയുന്നത്, ആ രോഗം കുറഞ്ഞ് അതിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരും. മറ്റുള്ള കാര്യങ്ങളിലേക്ക്, അതായത് കുടുംബ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് ശ്രദ്ധിക്കാതിരിക്കുക. അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, സന്തോഷമായിട്ടിരിക്കുക. രേണുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അധികം അങ്ങനെ കാണാനില്ല. രോഗമുണ്ട് എന്ന് രേണു പറഞ്ഞു, ചികിത്സ നടക്കുന്നുണ്ട്, അതെല്ലാം ശരിയാണ്. എങ്കിൽ കൂടിയും രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഭയക്കാനില്ലാത്ത അവസ്ഥയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ രേണു ഇതുപോലെയുള്ള കാര്യങ്ങൾ, വലിയ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക, അതേക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുക. മൂഡൗട്ട്, മനസ്സിനൊരു മൂഡൗട്ട് വരുന്ന രീതി, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത്. ചികിത്സ, മരുന്ന് സമയാസമയത്ത് ചികിത്സ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതുപോലെ ഭക്ഷണം സമയാസമയത്ത് കഴിക്കുക എന്നതിലുപരി ആയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് തലമുണ്ടാക്കാതിരിക്കുക, ശരീരം ശ്രദ്ധിക്കുക, ആരോഗ്യമായിട്ടിരിക്കുവാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മറ്റുള്ളവരെല്ലാവരും സപ്പോർട്ടായിട്ട്, നമുക്കറിയാം രേണുവിൻ്റെ ഒരു അസുഖം വന്നപ്പോൾ കേരളക്കാരി ഒന്നാകെ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് കണ്ടത്. അങ്ങനെ ആരും രോഗമുള്ള ഒരു രേണുവിനെ ആരും കുറ്റപ്പെടുത്തി കേട്ടിട്ടില്ല. കാരണം ഒരു രോഗം എന്ന് പറഞ്ഞാൽ ആർക്കും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ രേണുവിനെ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും, ഒരു രേണു രോഗത്തിൽ നിന്നും മുക്തി നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം.